എല്ലാവർക്കും നമസ്കാരം. വത്തിക്കാൻ്റെ ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വത്തിക്കാൻ ബുള്ളറ്റിൻ പറയുന്നത് മാർപ്പാപ്പായ്ക്ക് വലിയ മാറ്റങ്ങൾ ഇല്ല എന്നാണ്. പനി ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ബ്ലഡ് ടെസ്റ്റിൽ എല്ലാം സ്റ്റേബിളായിരുന്നു എന്ന് പറയുന്നു. മെഡിക്കൽ വാക്കുകളിൽ പറഞ്ഞാൽ സ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തതിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, മുന്നോട്ട് നീങ്ങുന്നു. ഇന്ന് രാവിലെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്ന് പറയുന്നു. സാധാരണ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ അദ്ദേഹം ചെയ്തു എന്നും പറയുന്നുണ്ട്. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രാജി സംബന്ധിച്ച പല ഊഹാഭോഗങ്ങളും വെറും പത്രപ്രവർത്തനപരമായിട്ടുള്ളൊരു ഊഹാഭോഗമല്ല, കണ്ടുപിടുത്തമല്ല എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം കർദിനാൾ ജിയാൻ ഫ്രാങ്കോ റവേസി ഒരു റേഡിയോ നിലയത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾക്ക് പലരും പറയുന്നതിൻ്റെ ഒരു തുറന്ന സമീപനത്തിൻ്റെ തെളിവുകളാണ്. രാജിവെക്കുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ ഈ അർത്ഥത്തിൽ ബെർഗോലിയോ ഒപ്പിട്ട കത്തും നാം ഓർക്കേണ്ടതാണ്. മാത്രമല്ല, ഈ വിഷയം സമകാലിക സഭയിൽ പുതിയതല്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ പോപ്പ് ബെനഡിക്ട് 16 ജോസഫ് റാറ്റ്സിംഗർ രാജിയുടെ അനന്തര ഫലമായിട്ടാണ് നിലവിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടത്. ജെമെല്ലി ആശുപത്രിയിലെ ബുള്ളറ്റിനുകൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ അടിസ്ഥാനപരമായി നമുക്കുള്ളതിനെ സ്വാധീകരിക്കുന്നതാണ്. മെഡിക്കൽ സ്റ്റാഫിൻ്റെ ഭാഗത്ത് ഒരു പ്രത്യേക രഹസ്യാത്മകതയുണ്ട് പലപ്പോഴും. എന്നിരുന്നാലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെല്ലാം സത്യമാണ്. അതായത് സൂക്ഷ്മമായ ഒരു വീണ്ടെടുക്കൽ മാർപ്പാപ്പായുടെ 88 വയസ്സ് വെച്ച് നോക്കുമ്പോൾ ന്യൂമോണിയ ബാധിച്ച സ്ഥിതിക്ക് എങ്ങനെ തിരിച്ചു വരാമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനോടകം ഏകദേശം 6 ദിവസങ്ങൾ തന്നെ ജെമെല്ലിയിൽ മാർപ്പാപ്പ കഴിഞ്ഞിരിക്കുകയാണ്. ഈ അവസരത്തിൽ കർദിനാൾ റവേസി പറഞ്ഞത് പാപ്പ രാജിവെക്കാം എന്ന ആ സാധ്യതയെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.